മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആധ്യാത്മിക നേതാവും പൊളിറ്റിക്കൽ നേതാവുമായ സാദിഖ് അലി തങ്ങൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് പറയുന്നു, ഇയാൾ പക്ക മത തീവ്രവാദിയാണ്. പല കാര്യങ്ങളുണ്ട്, ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാം. ആദ്യത്തെ കാര്യം, ചന്ദ്രിക ദിനപത്രം, അതിനകത്ത് ഹാഗിയ സോഫിയ ഇഷ്യൂ, അത് മുസ്ലിങ്ങളുടെ പള്ളിയാണ്. അത് അവിടുത്തെ കോർട്ടിൻ്റെ ഒരു ചെറിയ കോർട്ടിൻ്റെ ലോ വന്നു, അതെടുത്തിട്ട് ക്രൈസ്തവ പള്ളി മാറ്റിയിട്ട് ഇസ്ലാമിക പള്ളിയാക്കി, സുന്നി പള്ളിയാക്കി മാറ്റുന്നു. അതിന് അനുകൂലമായിട്ട് എഡിറ്റോറിയൽ എഴുതിയ ഒരു പക്ക തീവ്രവാദി. ഇത് മുഴുവനും ഫ്ലാഷ് ആയി കഴിഞ്ഞപ്പോൾ ആ വാർത്ത അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റ് കറങ്ങി നടക്കുന്നുണ്ട്, എല്ലാവരും നമ്മൾ കണ്ടത്. ഇന്ന് വരെ ഈ മത തീവ്രവാദി, അതായത് ഭീകരവാദിയായ സാദിഖ് അലി തങ്ങൾ അതിനെപ്പറ്റി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അയാൾ ചെയ്ത് തെറ്റാണ്. ഇപ്പം ഞാൻ പല ആൾക്കാരും, ലീഗുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ഇത് പുള്ളി അറിഞ്ഞുകൊണ്ട് എഴുതിയതാണ്. പറഞ്ഞു ഇത് എഴുതി കഴിഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് കാണിച്ചു, കൊടുത്തോളാൻ പറഞ്ഞു. ഇതാണതുണ്ടായത്. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പക്ക തീവ്രവാദിയാണ്. തീവ്രവാദി എന്ന് വെച്ചാൽ പക്ക മത തീവ്രവാദിയാണ് സാദിഖ് അലി തങ്ങൾ. അപ്പോൾ കേരളത്തിലെ പല ആൾക്കാരും ഇങ്ങനെ പൊക്കിയെടുത്ത് നടക്കുന്നുണ്ട്. കോൺഗ്രസ് അവരും ഇവിടുത്തെ BJP-ക്കാരും LDF-ഉം ഒക്കെ ഇയാൾ വലിയ സംഭവമാണ്. അടുത്ത കാര്യം പറയാം, ഒരു പോയിന്റ് വെച്ച് ഞാൻ പറയാം. മുനമ്പം ഇഷ്യൂ, ഇയാൾ എന്താ പറഞ്ഞ സാദിഖ് അലി തങ്ങൾ? അതായത് ഞങ്ങൾ നിങ്ങളെ കുടിയിറക്കത്തില്ല, ഞങ്ങൾ അനുവദിക്കില്ല. അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സമസ്ത, അതേപോലെ ET മുഹമ്മദ് ബഷീർ, KM ഷാജി, ഇവരൊക്കെ, MK മുനീറൊക്കെ പറയുന്നു ഇത് വഖഫിൻ്റെ ലാൻഡാണ്, പക്ഷെ കുടിയിറക്കത്തില്ല. കാരണം ഇസ്ലാമിൻ്റെ അടിമകളായിട്ട് മുനമ്പത്തുള്ളവർ ജീവിക്കണം. അതാണ് ഈ പക്ക തീവ്രവാദിയായ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരു ഡേറ്റ വെച്ച് ആലോചിക്കുക. കുടിയിറക്കത്തില്ല, പക്ഷേ അത് അവരുടെ ലാൻഡാണ്. ഇതിനെ എത്ര കോൺഗ്രസ് നേതാക്കൾ അനുകൂലിച്ചു? ഞാൻ എടുത്ത കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന സംഭവത്തെ ഞാൻ മാറ്റി നിർത്തുക. പുള്ളി ഒരു സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, പല മുസ്ലിങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ ഈ പറയുന്ന ശിഹാബ് തങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അനുജനായ സാദിഖ് അലി, ഹൈദരാലി തങ്ങൾ, ആ സ്വഭാവമൊന്നുമല്ല ഈ സാദിഖ് അലി തങ്ങൾ. പക്ക ഹമാസ് സപ്പോർട്ടറാണ്. അതായത് ഇസ്ലാമിന് വേണ്ടി ബോംബ് പൊട്ടി മരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മനോഭാവമുള്ള കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ടോപ്പ് ലീഡർ, ആധ്യാത്മിക നേതാവ്. ഇവരെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നിങ്ങളാണ് തെറ്റ് കാണിക്കുന്നത്. ഓരോന്നും ചെയ്തിട്ട് ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക. എന്തോ കുമ്പളങ്ങ, എന്തോ അയാളുടെ പേരെന്തോ, തലശ്ശേരി ബിഷപ്പ്, ഒരു തലയ്ക്ക് വട്ട് പിടിച്ചവൻ, അയാളോട് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് പ്ലാന്തോട്ടം. എന്താ പ്ലാന്തോട്ടോ? കുമ്പളങ്ങ. ഇഡിയറ്റ്. മനസ്സിലാക്കുക, ഈ പറയുന്ന മുനമ്പം ഇഷ്യൂ, അതുപോലെ ഹാഗിയ സോഫിയയ്ക്ക് അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ചരിത്രമാണ്. ശരിക്കും അതെന്തുവായിരുന്നു, എങ്ങനെയായിരുന്നു, ഏതായിരുന്നു? അവരാണ് പറയുന്നത് അയോധ്യ മന്ദിരം. അതിനേക്കാളൊക്കെ മുമ്പാണ് ഹാഗിയ സോഫിയ ചർച്ച എന്തുവായിരുന്നു. കാരണം ഞാനിവിടെ പോയിട്ടുണ്ട്. അതായത് ഇത് മോസ്ക് ആക്കുന്നതിനും ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ചർച്ച അത്. അതിനെ പൂർണ്ണമായിട്ട് അനുകൂലമാക്കി മാറ്റി അതിനെ മോസ്ക് ആക്കി. ലിസൺ, ഐ ആം ലീസ് ബോതർഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ബട്ട് ഇതിനൊരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ സെക്കുലറായിട്ട് കാണുന്ന ഇവനൊക്കെ, അതായത് ET മുഹമ്മദ് മറ്റൊരു പക്ക തീവ്രവാദിയാണ് ഇയാൾ. അതായത് ഇസ്ലാമിക രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ET മുഹമ്മദ് ബഷീർ.
അവരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് സെക്യുലർ, പക്ക തീവ്രവാദി. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ വെറുതെ പറയത്തുന്നില്ല ഒരു കാര്യം, പഠിച്ചിട്ടേ പറയത്തുള്ളൂ ഒരു കാര്യം. സാദിഖലി തങ്ങളെ ഞാൻ വർഷങ്ങളായിട്ട് കറക്ക 2-3 വർഷമായിട്ട് ഇയാൾ ഈ കാണിക്കുന്ന പരിപാടികളും ലീഗിലുള്ള പലരോടും ചോദിക്കുക, എന്തുവാണ്, ആരാണ് ഇയാൾ, എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഇയാളുടെ ഈ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യമാക്കുക, അതുമാത്രമാണ് ഉദ്ദേശം. അതായത് വഖഫിൻ്റെ അത് തള്ളിപ്പറഞ്ഞോ? സമസ്ത പറഞ്ഞ് തള്ളിപ്പറഞ്ഞോ? ഈ പറഞ്ഞ ET മുഹമ്മദ് ബഷീർ പറഞ്ഞ് തള്ളിപ്പറഞ്ഞോ? KM ഷാജി പറഞ്ഞ് തള്ളിപ്പറഞ്ഞോ? NK മുനീർ പറഞ്ഞ് തള്ളിപ്പറഞ്ഞോ? ഇയാൾ അപ്പോഴേ മനസ്സിലായിക്കോണം ഇവനാൾ മോശമാണ്. അതായത് നിങ്ങൾ ഇയാളെ കാണേണ്ടത്, ഞാൻ കേരളത്തിലെ ആൾക്കാരോട് പറയുകയാണ്, ഒരു മത തീവ്രവാദിയായിട്ട് സാദിഖലി തങ്ങളെ കാണാവൂ. ഇയാൾ ആധ്യാത്മിക പൊളിറ്റിക്കൽ ലീഡർ പക്ക, ഇയാൾ പുറകും അകവും മുസ്ലിം ഇസ്ലാമിക മത തീവ്രവാദമാണ് അയാളുടെ ഉള്ളിലുള്ളത്. അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹാഗിയ സോഫിയ, അയാൾക്ക് തെറ്റുപറ്റി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ബിഷപ്പുമാരെ കാണാൻ കേക്കുമായിട്ട് പോകുന്നു, അച്ഛന്മാരെ കാണാൻ കേക്ക് പാടി. ലിസൺ, ഹൂ ദ ഹെൽ ബോതർഡ് അബൌട്ട് കേക്ക്? നമുക്കൊരു നിലപാടാണ് ആവശ്യം. എന്നിട്ട് പറയും സെക്യുലറിസം. ഇയാളെ പറ്റി അടുത്ത കാര്യം പറയാം. മുസ്ലിം ലീഗിൻ്റെ സമസ്തയുടെ പ്രോഗ്രാമായിരുന്നു MT ഉസ്താദ് ഒരു പെൺകുട്ടിക്ക് പ്രൈസ് കൊടുക്കുന്നു. അവിടെ സമസ്തയുടെ പ്രോഗ്രാം, MT ഉസ്താദല്ല, ആൾക്കാർ പ്രൈസ് കൊടുക്കുന്നു. ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ ഓരോ പോയിന്റ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇയാൾ സ്റ്റേജിലുണ്ട്, സാദിഖലി തങ്ങൾ. അപ്പം ആ സ്റ്റേജിൽ വന്നിട്ട് ഈ കുട്ടി പ്രൈസ് മേടിച്ച് MT ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു മൂരാച്ചി പെട്ടെന്ന് കയറി പറയുന്നു, ആരുടെ കുട്ടിയാണ്, ഏത് കുട്ടിയാണ്, എന്തിനാണ് ഈ പ്രായപൂർത്തിയായ കുട്ടി, അതായത് 10ാം ക്ലാസ് ജയിച്ച കുട്ടിയാണ്, ഈ കുട്ടി ആരാണ് കൊണ്ടുപോയി, ഇത് ഞങ്ങളുടെ നിയമങ്ങൾക്കെതിരല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാദിഖലി തങ്ങളുടെ ഫേസ് ചിരിക്കുക, ഇവൻ മനസ്സിലാകുക. ഇതാണ് ഈ മുസ്ലിം ലീഗിൻ്റെ സ്വഭാവം, ചിരിക്കുക. ആ പെൺകുട്ടിയും അവരുടെ പേരൻസും അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇയാള്. അവിടെ സ്റ്റേജിൽ ഇരുന്ന് പബ്ലിക്കായിട്ടിരുന്ന് ഭയങ്കരമായിട്ട് മുഖം പൊത്തിയിരുന്ന് ചിരിക്കുക. എന്നാ പറയണം, അല്ല തെറ്റായിപ്പോയി, ആ കുട്ടി വന്ന് മേടിച്ചിട്ട് പോകട്ടെ, നമുക്ക് പിന്നീട് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും. ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വിട്ടുകയറിയ ഓരോന്ന് സംഭവം, ഓരോ ഇൻസിഡൻറ്റുമായിട്ട്, ഇവൻറ്റുമായിട്ട്. ഇയാൾ പക്ക മത തീവ്രവാദിയാണ്. മുനമ്പം ഇത് ഓരോ ഇഷ്യൂ എടുക്കുക. ഇപ്പം വലിയ സംഭവമായിട്ട് വിശുദ്ധനായിട്ട് മാറ്റാൻ വേണ്ടിയാണ് UDFും കോൺഗ്രസും ശ്രമിക്കുന്നത്. അതിനെ എതിർക്കേണ്ടത് കേരളത്തിലെ ഓരോ ആൾക്കാർ, ഇൻക്ലൂഡിങ് മുസ്ലിം കമ്മ്യൂണിറ്റി എതിർക്കണം. ഒരു തീവ്രവാദി, ഒരു മത തീവ്രവാദി ആണ് നിശ്ചയിക്കുന്നത് കേരളത്തിൽ ആരെ ജയിക്കണം, ആര് മന്ത്രിമാരാകണം. സോണിയാഗാന്ധിയെ നിശ്ചയിക്കുന്നു, രാഹുൽ ഗാന്ധിയെ നിശ്ചയിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയെ നിശ്ചയിക്കുന്നു. അതായത് കാലിഫേറ്റ് രീതിയിലോട്ട് ഈ സാധനം പോവുകയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ. ഇവരൊരു കാരണവശാലും ലീഗ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കത്തൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഒരു പേരിനൊരു ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കോഴിക്കോട് ഇലക്ഷൻ നിർത്തി അവരെയൊക്കെ തോൽപ്പിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞ സംഭവം എന്തോ, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പബ്ലിക് ഡൊമൈനിൽ ഡിജിറ്റൽ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ ആധ്യാത്മിക പൊളിറ്റിക്കൽ ലീഡർ സാദിഖലി തങ്ങൾ പക്ക മത തീവ്രവാദിയാണ്, പക്ക ഭീകരവാദിയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇന്നും ഹമാസിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, ഇന്നും ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കുന്നവരാണ്, ഇന്നും ഹൂത്തികളുടെ നിൽക്കുന്നവരാണ്. അവരെ കേരളത്തിലെ ജനത മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യം ചിന്തിച്ചാൽ മതി.